ഹായ് ഗായ്സ്. ആന പ്രസവിച്ച് കിടക്കുന്നുണ്ട്. ഒരു പുലി ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നത്. റെസ്പോണ്ട് ചെയ്ത് നമ്മളോട് അല്ലല്ല ഒരു തലട്ടും കണ്ട കടി കിട്ടിയിട്ടുണ്ട്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വ്ളോഗാണ്. ഇന്ന് നമ്മൾ നമ്മുടെ നവാസ് പോകുന്നതിന് മുമ്പായിട്ടുള്ള ചെറുതായിട്ടൊരു ട്രിപ്പ് നമ്മൾ വയനാട്ടിലേക്ക് പോകുന്നതായിരുന്നു. ഇവിടെ നല്ല അടിപൊളി റിസോർട്ടായിരുന്നു. ഒരു ഫോറസ്റ്റിലൂടെയൊക്കെ ഒരു ട്രാവലിംഗ് 4x4 ഒക്കെ ഉള്ള ലൈക്ക് അവരുടെ വണ്ടിയിൽ മാത്രമേ കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ താറും അതേപോലെ ജിമ്മിനി എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കിട്ടിയ ഒരു ഗസ്റ്റാണ് നമ്മളെ ഫോട്ടോ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നത്. ആളുടെ ക്യാമറ പിടിക്കുന്നത് കണ്ടപ്പോൾ തന്നെ റസൽ വിചാരിച്ചു എന്നാൽ പിന്നെ ഓൻ തന്നെ പോയിട്ട് എടുക്കാന്നുള്ളത്. സോ ഓനില്ലാത്ത നല്ല ഫോട്ടോസ് കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ തന്നെ ഞങ്ങൾ പോസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. റസൽ വീണ്ടും പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഓലുണ്ടാൾ വേറെ എടുക്കുക പോകണോ? ചില ട്രിപ്പുകളിലല്ലേ നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ആയിരിക്കും ആ എൻ്റയർ ട്രിപ്പിൻ്റെ മെമ്മറി വീണ്ടും നമുക്ക് റീകളക്ട് ചെയ്ത് തരാം. സോ അങ്ങനത്തെ ഒരു ഫോട്ടോ ആയിരുന്നു ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ ഞങ്ങളത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇങ്ങനെ ഇറങ്ങി പോകാനുള്ള ഒരുക്കത്തിലാണ്. ഞങ്ങൾ ഇവിടുത്തെ സ്റ്റേ കഴിഞ്ഞത് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. എല്ലാവരും വണ്ടി കയറിയിട്ടുണ്ട്. നമ്മൾ രാത്രി പോകുന്നപ്പോൾ കുറച്ച് അധികം ഓഫ് റോഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ തിരിച്ചു പോകുമ്പോഴായിരിക്കും അത് ഷൂട്ട് ചെയ്യാൻ പറ്റുക. സോ ഒരവിടെ നിന്ന് ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നമ്മളത് ഇനി പോകാൻ പോകുന്ന റൂട്ടുകൾ കാണിച്ചു തരാം. ഇവിടെ മാത്രമേ ഈ കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. കുറച്ച് അങ്ങോട്ടേക്ക് റോഡേ ഇല്ല, വേറെ തന്നെ മൂടാണ്. സോ നമുക്ക് മാക്സിമം കവർ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഈ ഫോറസ്റ്റിലൂടെ ഈ യാത്ര എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. വേറെ വണ്ടികളോ വേറെ ഒന്നുമില്ല, ചെറിയ കിളികളുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ. അതിൻ്റെ ഇടയിൽ കൂടെ മാറ്റിയുടെ ഓരോ കസർത്തുകളും ഉണ്ട്. സോ ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് തന്നൊരു ട്രിപ്പായിരുന്നു ശരിക്കും. ലൈക്ക് ഒരു യാത്രയിൽ നിന്ന് ഇത്ര അധികം ഫീൽ കിട്ടുക എന്ന് പറയുമ്പോൾ അത് വേറെ തന്നെ ഒരു ഫീലാണ്. നല്ല ഓഫ് റോഡ് ഉണ്ട്. ലൈക്ക് ഇപ്പം നമുക്ക് കാണിക്കുന്നത് വളരെ ലിമിറ്റഡ് ആണ്, പക്ഷേ നമ്മൾ നേരിട്ട് കാണുമ്പം അത് പീക്കിലുണ്ട് ഓഫ് റോഡിൻ്റെ എഫക്റ്റുകൾ. സോ ഞാൻ പറയുമ്പം ഈ ലൊക്കേഷനിലേക്ക് നിങ്ങൾ എല്ലാവരും വൺസ് ഒരിക്കൽ പോയിരിക്കണം. കാരണം അങ്ങനത്തെ വണ്ടിയും ഇതൊക്കെ കൊണ്ട് പോകുമ്പോൾ കിട്ടുന്ന ഒരു ത്രില്ലുണ്ട്. ഈ മാജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രൈവറിന്റെ ഒരു എഫിഷ്യൻസിയും കൂടിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ക്ലച്ച് കത്തി മണക്കുണ്ടെങ്കിലും ബാലൻസ് ചെയ്യുന്നുണ്ട്. കേസ് ഡെൻസ് ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കുറേ വൈൽഡ് ആനിമൽസിനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെ നിന്ന് കണ്ടൊരു മലയണ്ണാനാണ്. ലൈക്ക് അപ്പം ആള് നമ്മൾ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ഒറ്റയടിക്ക് ചാടി പോകുന്നുണ്ട്. സോ ഈ വീട് കണ്ടാണ് രാത്രി വന്നപ്പോ ഫായിസ് പേടിച്ച ആകെ ദിക്കറ് ചെല്ലിട്ടാണ് പോന്ന്. സാധാരണ ഇങ്ങനെ പുറത്തു പോരല് കാക്ക ദുബായിന്ന് വന്ന് പോണതിന്റെ മുമ്പായിട്ടുള്ള ഒരു ടൈമിലാണ്. അപ്പോൾ കാക്ക നാളെ മറ്റന്നാൾക്കായിട്ട് പോവും. സോ ആ ഒരു വിടവിനി നമുക്ക് നികത്താൻ കഴിയുമോ അറിയില്ല. എന്നാലും നമ്മളതിനെ ബാലൻസ് ചെയ്യും. കാരണം അവൻ അവിടെ ആണെങ്കിലും 24 മണിക്കൂർ വീഡിയോ കോൾ ചെയ്തിട്ടൊരു സൗകര്യം നമുക്ക് തരലില്ല. ആ രീതിയിലുള്ളൊരു കാക്കയാണ്. മുമ്പിൽ എന്താ ഒരു മരം വീണ് എടുക്കണേ അല്ലേ? ഒരു വൻ മരാണ് ഇത്. നമ്മളെ കാട്ടിൽ മാത്രം കണ്ടിരുന്നല്ലേ അരിക്കണ ട്രീ. മാജി എന്താ ചെയ്യാ? കുമ്പിട്ടോളി മറ്റൊരു തലട്ടും. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തതുപോലെ തന്നെ ഭയങ്കര ഫോറസ്റ്റ് ആയതുകൊണ്ട് കുറേ ഓഫ് റോഡുകൾ പോലത്തെ കുറേ വഴികളുണ്ട്. അപ്പം നമ്മൾ അതിലൊക്കെ വണ്ടികൾ രണ്ടും കയറ്റി നോക്കി പല രീതിയിൽ അതിൻ്റെ കാപ്പബിലിറ്റി ടെസ്റ്റുകൾ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടും അത്യാവശ്യം നല്ല പെർഫോമിങ് തന്നെയാണെന്ന് പറയാം. ലൈക്ക് നമ്മൾ റിവേഴ്സ് ചെയ്തിട്ട് താറങ്ങോട്ടും മുകളിലേക്ക് കയറി, അതേപോലെ തന്നെ ജിമ്നിയും റിവേഴ്സ് ചെയ്തിട്ട് ഒക്കെ 4x4 ലോ ഗിയറിൽ ഇട്ടിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതും ഭയങ്കര എഫിഷ്യൻസിയിലായിട്ട് കയറി. സാധാരണ 2 വീലിലിട്ട് നോക്കിയിട്ടത് റോൾ ചെയ്ത് കളിക്കുകയായിരുന്നു, പക്ഷേ എൻ്റെ വീഡിയോ കിട്ടിയില്ല. സോ അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് ഷോട്ടുകളൊക്കെ എടുത്ത് പതിയെ ഇവിടെ നിന്നും ഇറങ്ങി. ഗായ്സ് നമുക്കൊരു വൈറൽ കണ്ടന്റ് കിട്ടുമല്ലോ എന്നുള്ളത് കാണാം. വാ ഓടി വാ. രക്തക്കളി ആയിടോന്നൊരു സംശയം. നല്ല പുലിയോ ധൈര്യത്തിൽ ഞാൻ ഫായിസും അട്ടയും തമ്മിലുള്ള ബന്ധം അത്ര അടുത്തായതുകൊണ്ട് തന്നെ എവിടെ ഇറങ്ങിക്കഴിഞ്ഞാലും ഓനക്ക് കുറെ അട്ടകൾ കിട്ടുന്നുണ്ട്. മാഞ്ചോടും മലർക്കാവും ഇവിടുന്നാണ് അല്ലേ?
ഇവിടുന്നാണ് ഈ ഒരു ഘോര രാത്രിയിലാണ്. അതെ, ഇവിടുന്ന് നട്ടപ്പാതിരിക്ക് നാജിമ നമുക്ക് ഇറങ്ങിയിട്ട് ഒരു അപ്ഡേറ്റ് തരാണ്ടായി. നമ്മളെല്ലാരും പേടിച്ച് നിൽക്കുകയാണ്. 2 വണ്ടിയും വഴി അറിയാത്തത് അവിടുന്ന് അങ്ങോട്ടും ഇവിടുന്ന് ഇങ്ങോട്ടും നമ്മള് ബ്ലോക്കായി നിൽക്കുകയാണ്. അപ്പൊ അതിനിടയിൽ നാജിമ് വണ്ടിയിൽ ഇറങ്ങിയിട്ട് അപ്ഡേറ്റ് പറയാന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വന്ന് തിരിച്ച് വണ്ടിയിലേക്ക് കേറുമ്പോഴാണ് റിസോർട്ടിൽ നിന്ന് ആള് വിളിച്ചായിട്ട് പറഞ്ഞ ചെറിയൊരു പ്രശ്നമുണ്ട്, ഒരു ആന പ്രസവിച്ച് കിടക്കുന്നുണ്ട്. അതും പ്രശ്നമല്ലായിരുന്നു, ഒരു പുലി ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഒന്ന് ഇറങ്ങരുത് എന്നുള്ള ഇൻസ്ട്രക്ഷൻ തരുന്ന സമയത്ത് നാജിമ പുറത്തിറങ്ങിയാണ്ട് അപ്ഡേറ്റ് തരാന്ന് പറഞ്ഞിട്ട് നൽകിക്കൊണ്ടിരിക്കും. അപ്ഡേറ്റ് പോയി ആ അപ്ഡേറ്റോട് കൂടി ഒരാളെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഞങ്ങള് താങ്ക് യു എന്ന് പറഞ്ഞ ഒറ്റടിക്ക് നിർത്തി. മൈൻഡ് റിഫ്രഷിംഗ് സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഇതാണ് ആക്ച്വലി നമുക്ക് ഈ ഒരു കാടിനോടും ഫോറസ്റ്റിനോടും നദികളോടും ഒക്കെ ഉള്ള ഇഷ്ടം. കാടും ഫോറസ്റ്റും നമ്മളെ ഡിഫറൻസ് എന്താ? ഫോറസ്റ്റ് അറിയുമ്പോ കാടൊക്കെ കാട് അറിയുമ്പോ ഒറ്റ പാച്ചിൽ എന്ന് പറഞ്ഞേ ചീറ്റ പോണമാര് പോയി ഉടുമ്പ് പോണേക്കല്ലാണ്ട് ജസ്റ്റ് ഇറങ്ങി പാഞ്ഞു പോയെന്ന് പറഞ്ഞേ. നമുക്ക് ഒച്ചുണ്ടാക്കാൻ പോയ നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ടാവും. അപ്പൊ ഇവന്റെ പോലെ ഉടുമ്പിനെ ഉടുമ്പ് 120 സ്പീഡിൽ പോയി എന്നാ പറഞ്ഞേ. ആ ഉടുമ്പിന്റെ വീഡിയോ അതിന്റെ അടി കൊടുക്കട്ടോ. ഒച്ചനോടാ പോയെ. അല്ല ഇപ്പൊ കണ്ട മലയണ്ണാന് ഉടുമ്പ് ഇതൊക്കെ ആരെ കാണിച്ചെന്നേ? ഇജ ഉണ്ട് പക്ഷെ മലണ്ണനെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഉടുമ്പ് മലയണ്ണനെ ആരെ കാണിച്ചെന്നേ? ഇജ കാണിച്ചത് വീണ്ടും അട്ട അപ്പുറത്തെ കാണിപ്പോ ചെറിയ ഒന്ന് കത്തിച്ചാല് പരിപാടി വരും. വീഡിയോ ഉള്ളത് രോമൊക്കെ കരിഞ്ഞു കഴിച്ചു. അതിന് വേദന ആവൂല പൈസ ഒന്ന് ഊക്ക് തോണ്ടി ഒന്ന് കുളിച്ച് കയറിട്ടോ അവിടെ എന്തിനാ പോയി സ്ലോക്ക് കളകള ശബ്ദം കിളികളുടെ കളകൾ. ഇടന്ന് കാല് വേദനിച്ചിട്ട് ഈ ഒരു കാൽമല നിക്കണേ. മറ്റേ കാല് കൊത്ത് മറ്റേ കാലിന്റെ തൊള്ള കുത്തക്കട് നിർത്തണം. അടുത്ത ലേറമൊക്കെ വെക്കണ കാല്. ഇവിടെ ഒറ്റ ലേഡറുള്ളൂ. നിർത്തണ കാല് വേദനിച്ചിട്ട് വയ്യ. അവിടെ നിർത്തിയാക്കി ഇറങ്ങാനില്ല. ഞാൻ എച്ച് ചാടിയാൻ പ്രശ്നമല്ല. നിർത്തി മാജി നിർത്തി കാല് തവണടാ. മാജി മാജി ഉറപ്പട്ടത് കഴിഞ്ഞിട്ട് അടിയേക്കാറ് ഇവിടെ അടുത്തടുത്തടുത്തോ ബാങ്ക് തൂങ്ങി തങ്കി 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 നല്ല എക്സ്പീരിയൻസ് അല്ലേടാ? കയ്യിലുള്ള ധൈര്യം അല്ലാതെ കാട്ടും. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ റോഡുകളും കവർ ചെയ്ത് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ½ റൈഡ് ഉണ്ട് ശരിക്കും. അപ്പോൾ ഓൾമോസ്റ്റ് ഇത് എൻഡായി തുടങ്ങി. ഭയങ്കര ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. കാരണം ഒരു സാധാ ഓഫ് റോഡ് മോഡ് മാത്രമല്ല നമുക്ക് കിട്ടുക. ശരിക്കും ഫോറസ്റ്റിന്റെ ഉള്ളുകൂടെയുള്ള ആ ഒരു കളകളം ശബ്ദങ്ങളും അതേപോലെ ഫോറസ്റ്റിന്റെ ആ ഒരു ഫീലൊക്കെ വരുമ്പോൾ തന്നെ ഒരു സംതിങ് ഡിഫറെന്റ്. ആ ഒരു ഈ ട്രിപ്പ് അങ്ങനെ തന്നെ വേറെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അതാ അടുത്ത അട്ടന്റെ കടി കിട്ടിയിട്ടുണ്ട്. കാണാത്തൊരു കടിയായിരുന്നു guys. അതെ, ഗായ്സ്. അപ്പൊ ഞങ്ങള് ഡെസ്റ്റിനേഷൻ രണ്ടാമത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലൈക്ക് ഒന്ന് കഴിഞ്ഞു, ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങളതാ നേരെ ഇറങ്ങി. ഇനി കക്കാട്ടമ്മയിൽ ഒരു ഓഫ് റോഡ് സൈറ്റ് ഉണ്ട് നമ്മളെ ഷാദിലിന് ബൈക്ക്. സോ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണീരൊഴുക്കി തക്കാളി പപ്പാളി
അച്ചിങ്ങ മച്ചിങ്ങ പിച്ചിങ്ങയോടത്ത് പിച്ച നടന്നു ചൊല്ലി കുഞ്ഞോളെ തുമ്പാലി മാമുണ്ട് ചഞ്ചാട് ഇത് കയ്യിന്ന് പോയാണ്. മംഗല്യം കഴിക്കാതെ അന്നു നാം പിരിഞ്ഞില്ലേ മറന്നാലും നീ എന്നെ വെറുക്കല്ലേ കരളെ മറന്നാലും നീ എന്നെ വെറുക്കല്ലേ എന്നും ഞാൻ അപ്പോൾ ഗൈസ് നമ്മൾ സെക്കൻഡ് ഡെസ്റ്റിനേഷനിലെത്തി. ഇതൊരു ഒന്നൊന്നര ഡെസ്റ്റിനേഷൻ ആയിരുന്നു. ഓഫ് റോഡ് പക്ക പീക്കിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് ആയിരുന്നു. നമ്മൾ താറും അതേപോലെ ജിംനിയൊക്കെ നല്ല വൃത്തിക്ക് നമ്മൾ നോക്കി. അപ്പം അതിൻ്റെ ഒരു പെർഫോമൻസ് ഒക്കെ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. നമ്മൾ ഫസ്റ്റ് ടൈമാണ്, നമ്പർ പോലും നമ്മൾ 2 വണ്ടിക്കും കിട്ടിയിട്ടില്ല. അപ്പം ആ ഒരു യെസ് രാമി പറയൂ. നമ്മൾ ഓഫ് റോഡ് പോയ കഥ പറഞ്ഞുകൊടുക്കാണ് കേട്ടോ. അപ്പം നമ്മൾ ഓഫ് റോഡ് പീക്കിൽ ഈ ഒരു നമ്പർ പ്ലേറ്റ് പോലും ഇല്ലാത്ത വണ്ടിയായിട്ട് നമ്മൾ പോകുന്നുണ്ട്. ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. സോ ഇന്നത്തെ വ്ളോഗ് അത്രേ ഉള്ളൂ ഗൈസ്. വളരെ എൻജോയ് ചെയ്തിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു, ഒരു ഡിഫറെൻ്റ് ആംഗിളിൽ നിന്ന്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അടുത്ത വീഡിയോ വരും വരെ ബൈ ബൈ. താങ്ക് യു.